ഹലോ കൂട്ടുകാരെ, ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. ഇന്ന് ഞാൻ വന്നേക്കുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ എന്ന് പറയുമ്പോൾ കണ്ണൂർ ഒരു മട്ടന്നൂർ വരെയാണ് ഈ പ്രധാനപ്പെട്ട വിശേഷം നടക്കുന്നത്. നമ്മുടെ പേരാവൂർ അല്ലെങ്കിൽ ഇരിട്ടിക്കപ്പുറമൊന്നും ഈ പ്രധാനപ്പെട്ട വിശേഷം നടക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ പൂരം. ഇന്ന് ഞാൻ പൂരത്തിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ പൂരത്തിൻ്റെ ഒരുക്കങ്ങളും അതേപോലെ തന്നെ പൂരത്തിന് വേണ്ടിയിട്ടുള്ള കാമന വെക്കലും പിന്നെ കാമൻ്റെ രൂപങ്ങളൊക്കെ നമ്മൾ അലങ്കരിച്ച്, പിന്നെ അതിലേറ്റവും ചെറിയ കുട്ടി മുതൽ മുതിർന്ന കുട്ടി വരെയാണ് നമ്മൾ പൂവുകൊണ്ട് കാമന അലങ്കരിക്കുന്നത്. അപ്പം ഞാനിത് ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് തന്നെ. എൻ്റെ ഇതിൽ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കാരണം വെച്ചാൽ എൻ്റെ നാട്ടിലേക്ക് പൂരം കാര്യങ്ങളൊന്നുമില്ല. ഇത് ചേച്ചി നിൽക്കുന്ന വീട്ടിലാണ് ഇതിപ്പം പൂരത്തിൻ്റെ ഇത് നിൽക്കുന്നത്. പിന്നെ പൂരം എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അങ്ങനെ അറിയില്ലെങ്കിലും പൂരത്തിൻ്റെ ഞാൻ കണ്ട് മനസ്സിലാക്കിയ ഇത് ഞാൻ നിങ്ങൾക്കും കൂടിയിട്ട് കാണിച്ചു തരുന്നു എന്നതേ ഉള്ളൂ. പിന്നെ ഇത് ആദ്യത്തെ പ്രാവശ്യം ആയതുകൊണ്ടും പിന്നെ എങ്ങനെയാണെന്നൊക്കെ ഒരു ചെറിയൊരു പഠനം മാത്രമാണ് എനിക്കിത്. പിന്നെ അതേപോലെ എൻ്റെ മോളാണെങ്കിലും ഷാൻവിത്താണെങ്കിലും അവരൊക്കെ ഈ ഹൗസ് വാമിങ് കഴിഞ്ഞ ആദ്യത്തെ പൂരമാണ് നമുക്ക് ഈ വീട്ടിലത്തെ. അപ്പോൾ പൂരത്തിൻ്റെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. കുറേ കുട്ടികളുണ്ടായിരുന്നു, നിറയെ കുട്ടികളുണ്ടായിരുന്നു. ആ അയൽവക്കത്തിലുള്ള കുട്ടികളെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു പൂരത്തിൻ്റെ ഇത്. പിന്നെ അതുപോലെ പൂരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിതാണ് പൂരക്കഞ്ഞി അല്ലെങ്കിൽ പൂരയട. പൂരക്കഞ്ഞി എന്ന് പറയുമ്പം കാമൻ എപ്പോഴും നമ്മൾ പൂരത്തിന് ഉപ്പിടാറില്ല. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലേക്ക് ഇത് ഉപ്പിട്ടുകൊണ്ടാണ് കാമനെ വെക്കൂല എന്നൊക്കെ പറയുന്നത്. അങ്ങനെ കാമന് പൂരക്കഞ്ഞിയൊക്കെ വെച്ച് കൊടുത്ത് നമ്മൾ കുറച്ച് ഉപ്പെല്ലാം ഇട്ട് നമ്മളത് കുടിച്ച് അതിന് ശേഷം വീട്ടിലുള്ള വിരുന്നുകാർക്ക്, അതായത് കുട്ടികൾക്ക് ഉള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരൊന്ന് സെറ്റാക്കി അവരെ കളിക്കാനായിട്ട് വിട്ടു. ഇന്ന് ശരിക്കും പറഞ്ഞാൽ പൂരത്തിന് നമ്മൾ വീട്ടിലുണ്ടാക്കിയത് സദ്യയാണ്. സദ്യ എന്ന് വെച്ചാൽ ചെറിയൊരു സദ്യ, സാമ്പാർ, തോരൻ, പപ്പടം, അച്ചാറൊക്കെ. അങ്ങനെ ഈവനിങ് ആയപ്പോഴാണ് നമ്മുടെ യഥാർത്ഥ ഐറ്റം എന്താണ് പൂരാട. അത് ചേച്ചിക്ക് അറിയായിരുന്നു. കാരണം വെച്ചാൽ ചേച്ചി കെട്ടിച്ച വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ അവർ പൂരത്തിന് കാമനയൊക്കെ വെക്കുന്നതുകൊണ്ട് ചേച്ചിക്ക് കുറച്ചെങ്കിലും അറിയായിരുന്നു. എനിക്ക് പിന്നെ അത് തീരെ അറിയില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പൂരടയൊക്കെ ഞാൻ ഉണ്ടാക്കിയത്. കാരണം വെച്ചാൽ നമ്മുടെ ഭാഗത്തേക്ക് ഇതില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ആദ്യമേ ഞാനിത് ഫസ്റ്റ് ടൈമാണ്, ഞാനിത് എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ പഠിക്കലാണ്. നമ്മൾ സാധാരണ കൊഴുക്കട്ട ഉണ്ടാക്കുന്ന രൂപത്തിൽ തന്നെ കുഴച്ചെടുത്തിട്ട് അതിനെ ഒരു ഷേപ്പാക്കി മാറ്റുക. എന്നിട്ട് നമ്മുടെ ഈ ഉപ്പിലച്ചപ്പില്ലേ, അന്ന് എന്താ പറയുക, നിങ്ങൾ എന്താണോ പറയുന്നത്, ഓരോ നാട്ടിൽ ഓരോ വിശേഷമാണല്ലോ. ഇപ്പോൾ നമ്മുടെ ഇവിടെ ഈ ഭാഗത്തിലൊക്കെ പറയുന്നത് ഉപ്പിലച്ചപ്പ് എന്നാണ്. അപ്പോൾ അതിനെ റോൾ ചെയ്ത് കറക്കി അതിനെ കെട്ടി അതിനെ നമ്മളിനി ആവിയിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചേച്ചി വേറെ രീതിയിലാണ് ഉണ്ടാക്കുന്നത്, ഞാൻ വേറെ രീതിയിലാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും വെവ്വേറെ രീതിയിലാണ്. അതെല്ലാം റെഡിയാക്കി എല്ലാം കഴിഞ്ഞ് കാമന അടയൊക്കെ വെച്ച് ലാസ്റ്റ് കാമന നമ്മൾ പറഞ്ഞയക്കലാണ്. കാരണം വെച്ചാൽ ലാസ്റ്റ് പറഞ്ഞയക്കുക വെച്ചാൽ കാമന് ഭക്ഷണമെല്ലാം കൊടുത്ത് വെള്ളമെല്ലാം കൊടുത്ത് കാമനെ നമ്മൾ പ്ലാവിൻ്റെ ചോട്ടിലാണ് ലാസ്റ്റ് ഇത് നമ്മൾ പറഞ്ഞയക്കുന്നത്. അങ്ങനെ അമ്മ, അതായത് മുതിർന്ന ഒരാളാണ് ശരിക്കും വീട്ടിൽ ഏറ്റവും ഇളയ ആളുടെ തലയിൽ വെച്ചിട്ടാണ് കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. ചേച്ചി പറഞ്ഞതാണ് ഞങ്ങൾ കേട്ടിട്ടുള്ളത്. അപ്പം ഏറ്റവും ഇളയ ആളെന്ന് പറയുമ്പോൾ ഇപ്പോൾ എൻ്റെ തുമ്പിയാണ്, അതായത് പൂരക്കുഞ്ഞെന്ന് പറയുന്നത് തുമ്പിയാണ് എൻ്റെ മോള്. അപ്പോൾ അവളെ കൊണ്ട് എന്തായാലും ഇപ്പോൾ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അമ്മയാണ് ഇപ്പോൾ ഓരോന്ന് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ പൂരക്കുഞ്ഞിനെ എപ്പോഴും നമ്മൾ സെറ്റിൻ്റെ അല്ലെങ്കിൽ നല്ലൊരു പുടവ അവളെ ഉടുപ്പിച്ച് നല്ല രീതിയിൽ അലങ്കരിച്ച് നിർത്തണം. കാരണം വെച്ചാൽ ആദ്യത്തെ പൂരല്ലേ, അതുകൊണ്ട്. അപ്പോൾ കുറേ കുട്ടികളുണ്ടായിരുന്നു പൂരത്തിന്. അപ്പോൾ ഇനി കുറച്ച് വിശേഷങ്ങൾ നമ്മുടെ ഈ പൂരത്തിൻ്റെ കാഴ്ചകളും അതെല്ലാം നിങ്ങളിനി ആസ്വദിക്കുക. കാരണം വെച്ചാൽ എനിക്കിത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്കിത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എല്ലാവർക്കും ഈ വീഡിയോ നന്നായി ഷെയർ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ
കണ്ണൂർ ജില്ലയിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക ഒരു ഇതാണ് പൂരം. ഞാൻ ആക്ച്വലി മുന്നേ കണ്ടിട്ടുണ്ട്, പക്ഷെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇതെല്ലാം ഞാൻ എൻ്റെ കാഴ്ചയിൽ ആദ്യമായിട്ടാണ്. നിങ്ങളിത് ഇനി കാണും. കാലത്തെ നേരത്തെ വരണേ കാമ ചാലിയറെ വീട്ടില് പോറേ കാമ തെക്കറെ നാട്ടില് പോറേ കാമ തേക്കറെ നാട്ടിലും പോറേ കാമ കാമ ദേവ കാലത്തെ നേരത്തെ വരണേ കാമ ദേവ നേരത്തെ കാലത്തെ വരണേ നീന്തോല ചുട്ടേ സാധിക്കേ കാമ കാലത്തെ നേരത്തെ വരണേ കാമ. അരിട്ടോ ഓ എന്നിട്ട് നമുക്ക് മുക്കണം. ചേച്ചിൻ്റെ അരി.